അല്ല സാറേ, വേടൻ എവിടെ പോയി? അല്ല, എല്ലാവരും മറന്നോ ഹിരൺദാസ് മുരളി എന്ന വേടനെ? ശരി, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നാണല്ലോ എപ്പോഴും പറയാറുള്ളത്. അത്തരം ബന്ധങ്ങളിലൊന്നും നമ്മൾ ഇടപെടാറുമില്ല. പക്ഷേ ഒരാൾക്കെതിരെ നിരന്തരം പല ആളുകൾ പരാതിപ്പെടുന്നുണ്ട് എങ്കിൽ അയാളൊരു ഫ്ലേട്ടിംഗ് ക്യാരക്ടറാണ്, അയാളൊരു മിസ്യൂസ് ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കാൻ ചെറിയ ബോധം പോരെ? വളരെ ചെറിയ ബോധം പോരെ? പിന്നെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ ഇതൊന്നും അയാൾക്ക് തിരിച്ചടിയാവില്ലായിരിക്കാം. പക്ഷേ തുടർച്ചയായി ഒരുപാട് ആളുകൾ പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അയാൾ അത്ര ക്ലീൻ ബോയ് അല്ല. എന്തായാലും ആ ക്ലീൻ ചിറ്റൊന്നും ഇനി ആരും കൊടുക്കാൻ നിൽക്കണമെന്ന് എൻ്റെ അഭിപ്രായത്തിലില്ല. ഏതായാലും ഇത്തരത്തിലുള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആളുകളെ പറ്റിച്ചു മുങ്ങുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, അശ്ലീലമാണ്. വൃത്തിയിൽ ജീവിക്കാമല്ലോ, എന്തിനാണ് വെറുതെ? ഇതിനപ്പുറത്തേക്ക് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങളാവാം നിങ്ങൾക്ക്. പക്ഷേ പിന്നീടത് പരാതിയായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ അവരെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അതല്ലാതെ ഒരു സ്ത്രീയും അങ്ങനെയൊന്നും പരാതി കൊടുക്കില്ലെന്നേ. എത്രയൊക്കെ നിർബന്ധങ്ങളുണ്ടെങ്കിലും പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചാലും സ്ത്രീ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കൺസേൺ എന്ന് പറയുന്ന അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാവും. അത് അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരോട് ആ തരത്തിൽ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നീട് അവർ ആ രീതിയിലൊക്കെ പുറത്തേക്ക് വരുന്നത്. ഏതായാലും വേടനെ കണ്ടു കിട്ടുന്നവർ പോലീസിൽ അറിയിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കിട്ടിയിട്ടില്ല. എന്തായാലും വേടൻ കാട്ടിൽ പോയി ഒളിച്ചിട്ടുണ്ടാവും.